നമസ്കാരം. 2001 പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇപ്പൊ അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഒരുത്തനെ തൂക്കിക്കൊന്നു, ഒരു തീവ്രവാദിയെ തൂക്കിക്കൊന്നു. ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതിനോട് പലരും പല രീതിയിൽ പ്രതികരിച്ച കാഴ്ച നമ്മൾ കണ്ടു. അതായത് അഫ്സൽ ഗുരു ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് അയാളെ പെട്ടെന്ന് തൂക്കിക്കുന്നത് എന്നാണ് അന്ന് CPM നേതാവായിരുന്ന മരണപ്പെട്ടു പോയ സീതാറാം യെച്ചൂരി പറഞ്ഞത്. അവിടെയും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതായത് തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നു. യാക്കൂബ് മേമൻ എന്ന തീവ്രവാദിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് തുഷാർ ഗാന്ധി എന്ന ഗാന്ധിയുടെ ചെറുമകന്റെ മകൻ, ഇയാളുടെ സംസ്കാരവും ഇയാളുടെ രീതികളും ഇയാളുടെ രാജ്യദ്രോഹ നിലപാടുകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എന്തായാലും രാജ്യദ്രോഹികളെ, രാജ്യത്തെ തകർക്കാൻ വരുന്ന തീവ്രവാദ ആശയം പുലർത്തുന്നവന്മാരെ ഒരിക്കലും വച്ചു പുറപ്പിക്കില്ല. അവരെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലും, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതെയാക്കും. അല്ലാതെ അവനെയൊന്നും പരിപോഷിപ്പിക്കാൻ ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഇന്ത്യൻ ജനത തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടി ഏത് നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയില്ല. ആ പാർട്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആശയങ്ങളെ കുറിച്ച് നമുക്ക് വലിയ പിടിയൊന്നുമില്ല. എന്തായാലും മത തീവ്രവാദത്തിന്റെ ആശയമാണ് ഈ പാർട്ടി വച്ചു പുലർത്തുന്നത് എന്ന് കേൾക്കുന്നു. എന്ന് പല രീതിയിൽ ഈ ചില സൂചനകളും വാർത്തകളും ഒക്കെ വരുന്നു. വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് UDF ചില നീക്കങ്ങൾ നടത്തി. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് തന്നെയാണ് ചില നീക്കങ്ങൾ നടത്തി എന്ന് പറയുന്നു. MM ഹസനാണ് അതിനു വേണ്ട ചരടുവലികളൊക്കെ നടത്തിയത് എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ CPM-ഉമായിട്ടും ഈ വെൽഫെയർ പാർട്ടി ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. വെൽഫെയർ പാർട്ടി വലിയ ചരിത്രപരമായ പാർട്ടിയൊന്നുമല്ല, എന്തൊക്കെയായാലും ശരി. പക്ഷേ അവരുടേതായ ചില ആശയങ്ങൾ, അത് രാജ്യദ്രോഹപരമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മതവുമായി ബന്ധപ്പെട്ടായിരിക്കാം. എന്തായാലും അത് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച പല പാർട്ടികളും അല്ലെങ്കിൽ പല സംഘടനകളും ഒക്കെ തന്നെ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ. പിന്നെ SDPIയിലൂടെ അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും അങ്ങനെ വച്ചു പുലർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഫൗസിയ ആരിഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന ആവശ്യപ്പെടുന്ന ഒരു സംഘടന കൂടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് കേൾക്കുന്നു. ഫൗസിയ ആരിഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ വെൽഫെയർ പാർട്ടിയുടെ നേതാവാണെന്ന് കേൾക്കുന്നു. അവരെ പ്രകീർത്തിക്കാനോ അവരെ വലിയ പബ്ലിസിറ്റി കൊടുക്കാനോ പറയുന്നതല്ല. അവർ പ്രസംഗിക്കുന്ന ഒരു സംഭവം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ അത് ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അഫ്സൽ ഗുരുവിനെ കൊന്നത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണ്, ഇവിടുത്തെ രാജ്യ സംവിധാനത്തെ തൃപ്തിപ്പെടുത്താനാണ്, ഇവിടുത്തെ ഭരണവർഗത്തെ തൃപ്തിപ്പെടുത്താനാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഫൗസിയ ആരിഫ് എന്ന സ്ത്രീ വിളിച്ചു പോകുന്നത്. ഇപ്പം ഫൗസിയ ആരിഫിന് ആരെങ്കിലും എഴുതി കൊടുത്തതാണോ പറഞ്ഞു കൊടുത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വെൽഫെയർ പാർട്ടി ഭാവിയിൽ ഇന്ത്യ ഭരിക്കും എന്നൊക്കെ അവർ മുമ്പ് പറഞ്ഞിരുന്നു. 2030 ഇവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും. ഇവരുടെ ഒരു അമീറുണ്ട്, പേര് മറന്നുപോയി. അപ്പം അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും. അതുപോലെ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. 2030 40 47 ഒക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ ഭരിക്കും, അല്ലെങ്കിൽ ഇവിടെ SDPI ഇന്ത്യ ഭരിക്കും തുടങ്ങിയ ആശയങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും 2001 തീഹാർ ജയിലിൽ തടവിൽ കിടക്കവേ ആണ് ഇയാളെ തൂക്കിലേറ്റിയത് അഫ്സൽ ഗുരുവിനെ. മാത്രമല്ല ചോദ്യം ചെയ്യലിൽ ഇയാൾ ഇന്ത്യൻ പാർലമെന്റിനെയും ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചതാണ് എന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ അഫ്സൽ ഗുരുവിനെ പ്രണയിക്കുന്നവർ, അഫ്സൽ ഗുരുവിനെ വേണ്ടി വാദിക്കുന്നവർ ഇപ്പോഴും കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ചില പാർട്ടികളിലുണ്ട്, ചില മത വിഭാഗങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും അഫ്സൽ ഗുരുവിനെയും യാക്കൂബ് മേമനെയും അതുപോലെ അജ്മൽ അമീർ കസബിനെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നവർ ധാരാളമായി ഇവിടെയുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ തന്നെ IB അടക്കമുള്ള അടക്കമുള്ള ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇത്തരം പൊതുവേദികളിലൊക്കെ തന്നെ ഇത്തരം വന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളായ തീവ്രവാദികളെ പുകഴ്ത്തുന്നവർ, ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ പുകഴ്ത്തുന്നവർ ഓർക്കുക, നിങ്ങളൊക്കെ തന്നെ ശക്തമായ നിരീക്ഷണ സംവിധാനത്തിലാണ്. നിങ്ങളുടെ ഓരോ ചുവടും ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർ ആരെങ്കിലും ഇപ്പം നാട്ടിലാരും ഉണ്ടെന്ന് തോന്നില്ല, ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താണ് അവസ്ഥ എന്ന്. പറ്റുകയാണെങ്കിൽ റൌഫിനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോടോ അവരെ എന്തെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചോദിച്ചാൽ അറിയാം. രാത്രി വെളുപ്പിനെ 3 മണിക്ക് വണ്ടി എത്തി, തോക്കുമായി CRPF-കാരും BSF-കാരും ചാടിയിറങ്ങി, വീടിന്റെ 4 ഭാഗത്തു നിന്നും ആൾക്കാരെത്തി, എങ്ങനെ ഞങ്ങളെ തൂക്കിക്കൊണ്ടുപോയി എന്ന് തീർച്ചയായിട്ടും അവർ സംശയിക്കുന്നുണ്ടാകും. അപ്പോൾ ഇത്തരം സംസാരങ്ങളും ബഹളങ്ങളും ഒക്കെ നടത്തുന്നവർ ഓർക്കുക, നിങ്ങളുടെ പിന്നിൽ വലിയ 2 കണ്ണുകളുണ്ട്. അത് ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോകളുടെ കണ്ണുകളാണ് എന്നുള്ള കാര്യം ഓർക്കുക. അഫ്സൽ ഗുരുവിനെയും യാക്കൂബ് മേമനെയും ഒക്കെ എത്ര വേണമെങ്കിലും പുകഴ്ത്തിക്കൊള്ളൂ. പക്ഷേ ഭാവിയിൽ അതിന് പല കാര്യങ്ങൾക്കും നിങ്ങൾ മറുപടി നൽകേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം,
2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.